ഒരേ ടൈപ്പ് ചിക്കൻ കറി തന്നെ കഴിച്ച് മടുത്ത് വെറുത്തിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു 2 സവാള കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു 3 നല്ല എരിവുള്ള പച്ചമുളകും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഒരു 500 ഗ്രാം ചിക്കന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും ഒരു 7 അല്ലി നല്ല ഉണ്ട വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നൊരു 4 മിനിറ്റ് ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഒരു തക്കാളി നല്ല കുഞ്ഞായി വെട്ടിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 3 മിനിറ്റ് ഞാനൊന്ന് ഇളക്കി കാണും. അതിനുശേഷം മസാല പൗഡേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ആൻഡ് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ ശേഷം നമ്മുടെ ചിക്കൻ ഇടാം. ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുക. വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. മേലെ കുറച്ച് പെരിഞ്ജീരകപ്പൊടി.